കേരള സർക്കാർ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി കാഞ്ഞങ്ങാട്ട് ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ യോഗ എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു വർക്ക്ഷോപ്പ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. അന്താരാഷ്ട്ര യോഗ വാരാചരണത്തിന്റെ ഭാഗമായാണ് കേരള സർക്കാരിന്റെ ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കൈകോർത്ത് ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ യോഗ എന്ന വിഷയത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ടെ NHM ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഒരു തോന്നലെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലയാളികൾക്കാണ് തോന്നുന്നു, ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഒന്നും മനസ്സിനെ, സാധാരണ മനുഷ്യരെ പറയാറ് ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുള്ള മനസ്സുള്ളയാളെന്നാ പറയും അല്ലേ. അതിന് ഇന്നാൾ ഒരാൾ എന്നോട് ഒരു ഉദാഹരണം പറഞ്ഞത് തിടപ്പെടുത്ത് നിൽക്കുന്ന ആനയാണ്. എന്നോട് പറഞ്ഞു, തിടപ്പെടുത്ത് നിൽക്കുന്ന ആനയ്ക്ക് ക്ഷേത്രത്തിനകത്തായാലും മൂത്രമൊഴിക്കണം തോന്നിയാൽ അപ്പോൾ മൂത്രമൊഴിക്കും. കാരണം അതിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ, അതിന്റെ ശരീരത്തിന്റെ ആവശ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മനുഷ്യനങ്ങനെയല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാലൊന്നും മനുഷ്യന്റെ ശരീരത്തെ അത് കൃത്യമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഭക്ഷണ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മലയാളിക്ക് മനസ്സിനെയും കൈകളെയും നിയന്ത്രിക്കാൻ പറ്റാതാവുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ചടങ്ങിൽ ഹോമിയോപ്പതി വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK രേഷ്മ അധ്യക്ഷയായി. കേരള കേന്ദ്ര സർവകലാശാല യോഗ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ സുബ്രഹ്മണ്യ പൈലൂരും സംഘവും വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി. ഞാൻ DPM ഡോക്ടർ KC അജിത് കുമാർ സ്വാഗതവും ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ തുഷാര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.